കഴിഞ്ഞ വീഡിയോയോടുകൂടി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്നുള്ള ടോപ്പിക് ഓൾറെഡി കഴിഞ്ഞു. ഇനി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് ശേഷം ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്ന ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് കഴിഞ്ഞ വർഷം വരെ NCERT-യുടെ സിലബസിൽ ഉണ്ടായിരുന്നു. ഈ വർഷം NCERT എടുത്ത് മാറ്റിയത് കൊണ്ട് തന്നെ JEE മെയിൻസിലും ഈ ടോപ്പിക് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ JEE അഡ്വാൻസിന്റെ സിലബസിൽ ഇപ്പോഴും ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഏത് വർഷം കാണുന്നു അപ്പോഴത്തേക്കും JEE അഡ്വാൻസ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് കാണണ്ട, അല്ലെങ്കിൽ പഠിച്ചിരിക്കണം. JEE മെയിൻസിന്റെയും ക്വസ്റ്റ്യനുകൾ ചെയ്യാനായിട്ട് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിൽ നിന്ന് വരാവുന്നതേ ഉള്ളൂ ബേസിക് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ. സോ ഇത് വളരെ നന്നായിട്ട് പഠിച്ചിരിക്കുന്നത്, വളരെ കോൺസെപ്റ്റുവൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് ബേസിക്കിലേക്ക് കിടക്കാം. ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ കാണും. എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ സൈൻ തീറ്റ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഇതിനെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? സോൾവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അൺനോണിനെ കണ്ടുപിടിക്കുകയാണ് അല്ലെ. ഇവിടെ എന്താണ് അൺനോൺ ആയിട്ടുള്ളത്? അൺനോൺ ആയിട്ടുള്ളത് തീറ്റയുടെ വാല്യൂ ആണ്. തീറ്റയുടെ എന്ത് വാല്യൂലാണ് ഇത് 0 വരുന്നത്? നമുക്കറിയാം തീറ്റ 0 ആണെങ്കിലോ പൈ ആണെങ്കിലോ 2π ആണെങ്കിലോ 3π ആണെങ്കിലോ ഇങ്ങനെ കുറെ കാര്യങ്ങളിൽ ഇത് 0 ആയിട്ട് മാറാം അല്ലെ. സോ ഇതെല്ലാം ഇതിന്റെ സൊല്യൂഷൻ ആണ്. കാര്യം പിടികിട്ടിയോ? 0π 2π 3π ഇങ്ങനെ എല്ലാം ഇതിന്റെ സൊല്യൂഷൻ ആണ്. സോ ഇൻ ജനറൽ നമുക്ക് പറയാം സൈൻ തീറ്റ 0 ആകുവാണെങ്കിൽ തീറ്റ പൈയുടെ മൾട്ടിപ്പിൾ ആണ്, വേറെ n is an integer അല്ലെ. ഇന്റീജർ മൾട്ടിപ്പിൾസ് ഓഫ് പൈ എല്ലാം തന്നെ ഇതിന് പോസിബിൾ സൊല്യൂഷൻസ് ആയിട്ട് വരാം. ഓക്കെ, ഇങ്ങനെ പെർട്ടിക്കുലർ സൊല്യൂഷൻസ് എഴുതുന്നതിനെയാണ് ഇതിനെ നോർമൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഇതിന്റെ സൊല്യൂഷൻ ആണ്. ഇതിന് ഈ എന്നിന്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ ഇതിനെ ജനറൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ജനറൽ സൊല്യൂഷനിൽ എന്നിന്റെ വാല്യൂസ് ഓരോന്ന് ഇട്ട് കൊടുത്താൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. കാരണം n1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈ ആകും, n2 ഇട്ട് കഴിഞ്ഞാൽ 2π ആകും, n-1 ഇട്ട് കഴിഞ്ഞാൽ -π ആകും. ഇങ്ങനെ കുറെ സൊല്യൂഷൻസ് ജനറൽ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ സൈൻ തീറ്റ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ അതേപോലെ നമ്മളിപ്പോ കോസ് തീറ്റ ഈക്വൽ ടു 0, കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തീറ്റ എന്താണ്? എല്ലാ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2, അതായത് 2n + 1 π/2, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2n - 1 π/2 ഏത് രീതിയിൽ എഴുതി കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് 2n + 1 π/2. n 0 ഇട്ട് കഴിഞ്ഞാൽ π/2, കോസ് π/2 0 ആണല്ലോ. n1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3π/2 ആകും, n-1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -π/2 ആകും. ഇവിടെ എല്ലാം തന്നെ കോസ് തീറ്റ 0 ആണല്ലോ. സോ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻസ്, ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ എന്നിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് n-ന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇപ്പൊ സൈൻ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ എന്തൊക്കെയാണ്? തീറ്റ π/2 ആണെങ്കിൽ ഇത് സംഭവിക്കാം, 5π/2 ആണെങ്കിൽ ഇത് സംഭവിക്കാം, 9π/2 ആണെങ്കിൽ ഇത് സംഭവിക്കാം. സോ ഇൻ ജനറൽ നമുക്ക് ഇത് എന്താണ്? തീറ്റ എന്ന് പറയുന്നത് 4n + 1 π/2 അല്ലെ. n0 ഇട്ട് കഴിഞ്ഞാൽ π/2, n1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5π/2, n2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 9π/2. സോ ഇൻ ജനറൽ 4n + 1 π/2 എന്ന് നമുക്ക് എഴുതാലോ. സൈൻ തീറ്റ ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ ഇതാണ്. ഓർത്ത് വെക്കണം, ഇതെല്ലാം പതുക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. കുറച്ച് സമയം എടുക്കുമായിരിക്കും, എന്നാലും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കോസ് തീറ്റ ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ എന്താണ്? തീറ്റ 0 ആകുമ്പോഴത്തേക്കും 1 വരാം, 2π ആകുമ്പോഴത്തേക്കും പറ്റാം, 4π ആകുമ്പോഴത്തേക്കും പറ്റാം. അതായത് തീറ്റ ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ 2nπ വരുമ്പോഴെല്ലാം തന്നെ ഇത് പറ്റും. അതായത് തീറ്റ ഇപ്പൊ -1 എടുത്തു കഴിഞ്ഞാൽ -2πയിലും കോസ് തീറ്റ 1 ആണ് അല്ലെ. സോ ഇങ്ങനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതാണ് കോസ് തീറ്റ ഈക്വൽ ടു 1 കഴിഞ്ഞാൽ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്, 0 1 -1, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അതായത് സൈൻ തീറ്റ ഈക്വൽ ടു -1 കഴിഞ്ഞാൽ എന്താണ്? തീറ്റ നമുക്ക് 3π/2ൽ ഇത് സംഭവിക്കും എന്നറിയാം, കാരണം ഇത് തേർഡ് ക്വാഡ്രന്റ് തൊട്ടല്ലേ സംഭവിക്കുന്നത്. 9π/2ൽ ഇത് സംഭവിക്കും എന്നറിയാം, എക്സെട്ര. എല്ലാ 4n + 3π/2ലും ഇത് സംഭവിക്കും. 4n + 3π/2ലും ഇത് സംഭവിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയാണ്. സോറി, ഇത് 7 ആണ്, 3 അല്ല, 7π/2. അത് അടുത്തത് എത്രയാണ്? 11π/2ലൊക്കെ വരും. n 0 ഇട്ട് കഴിഞ്ഞാൽ 3π/2, n 1 എടുത്തു കഴിഞ്ഞാൽ 7π/2, 2 ഇട്ട് കഴിഞ്ഞാൽ 11π/2, എക്സെട്ര. ഇങ്ങനെ പോകുന്ന കാര്യമായിട്ട് മനസ്സിലാക്കാം. സൈൻ തീറ്റ -1 കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. കോസ് തീറ്റ ഈക്വൽ ടു -1 എന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? തീറ്റ എപ്പോഴൊക്കെയാ വരുന്നത്? പൈയിൽ ഇത് സംഭവിക്കാം, 3πയിൽ ഇത് സംഭവിക്കാം, 5πയിൽ ഇത് സംഭവിക്കാം, എല്ലാ 2π ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എല്ലാ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈയിലും എന്താണ്? തീറ്റ -1 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഇതാണ് എല്ലാം ജനറൽ സൊല്യൂഷൻ. n = 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, 2 ഇട്ടായിരുന്നു, -10 ഇട്ടാൽ കിട്ടും, എല്ലാം ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പൊ നമ്മളിപ്പം എഴുതുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ എന്താ പഠിച്ചത് എന്നൊന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലായി സൈൻ തീറ്റ ഈക്വൽ ടു 0 ആകണമെങ്കിൽ
തീറ്റയ്ക്ക് എന്തൊക്കെ വരാം? 0 വരാം, പൈ വരാം, 2π വരാം, എക്സെട്ര. ജനറലി ഇൻ ജനറൽ എന്തെന്ന് പറയാം? അതിനെ എല്ലാ n പൈകളിലും സൈൻ തീറ്റ 0 ആകുന്നു. അതേപോലെ തന്നെ നമ്മളിപ്പോ കോസ് തീറ്റ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ എത്രയാണ്? തീറ്റ ഇസ് ഈക്വൽ ടു 2n മൈനസ് 1 പൈ ബൈ 2 അല്ലെ? 2n മൈനസ് 1 പൈ ബൈ 2 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെന്താണ് സംഭവിക്കുന്നത്? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2. എല്ലാ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2ലും കോസ് തീറ്റ 0 ആകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അടുത്ത് നമുക്ക് മനസ്സിലായത് സൈൻ തീറ്റ ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ എത്രയാണ്? തീറ്റ എല്ലാം പൈ ബൈ 2, 5 പൈ ബൈ 2 എല്ലാം അല്ലെ? അപ്പൊ ഇൻ ജനറൽ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? 4n പ്ലസ് 1 പൈ ബൈ 2. ഈ ഫോമിലെല്ലാം തന്നെ ഇത് 1 വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കോസ് തീറ്റ 1 വരുന്ന എപ്പോഴാണ്? കോസ് തീറ്റ വരുന്നത് തീറ്റ 0 വരുമ്പോൾ, 2π വരുമ്പോൾ, 4π വരുമ്പോൾ. സോ ഇൻ ജനറൽ തീറ്റ ഇസ് ഈക്വൽ ടു 2n പൈ വരുമ്പോഴാണ് കോസ് തീറ്റ ഈക്വൽ ടു 1 വരുന്നത്. അതോടൊപ്പം തന്നെ ഫൈനലി നമുക്കുള്ളത് സൈൻ തീറ്റ -1 ആകുന്നത് എപ്പോഴൊക്കെ? അതായത് തീറ്റ എന്ന് പറയുന്നത് 3π ബൈ 2 വരുമ്പോൾ, 7π ബൈ 2 വരുമ്പോൾ, എക്സെട്ര. തീറ്റ 4n പ്ലസ് 3π ബൈ 2 വരുമ്പോൾ ഇത് സൈൻ തീറ്റ -1 ആകും. അതോടൊപ്പം തന്നെ കോസ് തീറ്റ -1 ആകുന്ന എപ്പോഴൊക്കെ? തീറ്റ പൈ വരുമ്പോൾ, 3π വരുമ്പോൾ, 5π വരുമ്പോൾ, അങ്ങനെ വിട്ടടിച്ചു പോകുന്ന പൈകൾ വരുമ്പോൾ. അതായത് തീറ്റ എന്ന് പറയുന്നത് 2n പ്ലസ് 1 പൈ വരുമ്പോൾ, തീറ്റ 2n പ്ലസ് 1 പൈ വരുമ്പോഴാണ് കോസ് തീറ്റ -1 വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സൈൻ തീറ്റ ഈക്വൽ ടു 1/2 വരികയാണെങ്കിൽ തീറ്റ 0യ്ക്കും പൈക്കും ഇടയ്ക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് ഏത് ആംഗിളുകളുടെ ഇടയ്ക്കുള്ള സൊല്യൂഷനാണ് വേണ്ടതെന്ന് പറയും. തീറ്റ 0യ്ക്കും പൈക്കും ഇടയ്ക്കുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടുപിടിക്കാണ്ട് ഞാനൊരു ഗ്രാഫിക്കലായിട്ട് ഇതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ 0യ്ക്കും പൈക്കും ഇടയ്ക്ക് ഇതിന്റെ ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഞാനൊരു ഗ്രിഡ് അങ്ങ് ഇടാൻ നോക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ ഒരു ഗ്രിഡ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇപ്പൊ ഇവിടെ 1, ഇവിടെ -1, ഇവിടെ 0 അല്ലെ? അപ്പൊ നമുക്ക് 0, ഇവിടെ പൈ ബൈ 2 കിടക്കട്ടെ, ഇവിടെ പൈ കിടക്കട്ടെ. 0യ്ക്കും പൈക്കും ഇടയ്ക്കല്ലേ നമുക്ക് വേണ്ടത്. ഇതിന്റെ സൈൻ എക്സിന്റെ ഗ്രാഫ് നമ്മൾ വരച്ചാൽ സൈൻ 0 0 ആണ്, സൈൻ പൈ ബൈ 2 1 ആണ്, സൈൻ പൈ 0 ആണ് അല്ലെ? ഇങ്ങനെ പോകുന്നു, ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു, ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് അല്ലെ? ഇതിന്റെ അകത്ത് സൈൻ തീറ്റ 1/2 വരുന്ന എവിടേക്ക്? 2 പോയിന്റുകളിൽ വരുന്നുണ്ട്. ഇവിടെയും ഇവിടെയും സൈൻ തീറ്റ എന്ന് പറയുന്ന സാധനം 1/2 വരുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ? ഈ രണ്ട് തീറ്റകളെ, ഇവിടുത്തെ രണ്ട് തീറ്റകളെയാണ് നമുക്ക് വേണ്ടത്. ഇവിടുത്തെ രണ്ട് തീറ്റകളെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെയും 1/2 വരുന്നുണ്ട്, ഇവിടെയും 1/2 വരുന്നുണ്ട്. എന്നാൽ കറസ്പോണ്ടിങ് ഈ ഒരു വാല്യൂവും ഈ ഒരു എക്സ് വാല്യൂവുമാണ് വരുന്നത്. കണ്ടോ? സൊല്യൂഷന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ സൊല്യൂഷൻസ് എന്താണ് നമുക്കറിയാം. സൈൻ തീറ്റ 1/2 വരണമെങ്കിൽ തീറ്റ എത്രയൊക്കെ വരുന്നത്? π/6 സൈൻ 30 ഡിഗ്രി ആണ്. പിന്നെ എത്രയാണ്? സൈൻ പിന്നെന്താ 5π/6 സംഭവിക്കും. എങ്ങനെ? അതുകൊണ്ട് അതെങ്ങനെ സംഭവിക്കുന്നത്? സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? അത് സൈൻ തീറ്റ തന്നെയാണ് അല്ലെ? സോ സൈൻ ഓഫ് 180 മൈനസ് π/6 സൈൻ π/6 സെയിം ആണ്. 180 എന്ന് പറഞ്ഞാൽ പൈ മൈനസ് π/6 5π/6. സോ രണ്ട് സൊല്യൂഷനും ഇങ്ങനെ തന്നെ വരുന്നതായിട്ട് കിട്ടും, π/6ഉം 5π/6. ഓക്കെ, ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ജനറൽ സൊല്യൂഷനിൽ നിന്ന് ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് വലിയ ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അങ്ങനത്തെ അടുത്ത ചോദ്യം ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സൈൻ തീറ്റ is equal to 1 and 0 from 0 to 2π. സൈൻ തീറ്റ 1ഉം 0 to 2π, അതായത് 0യ്ക്കും 360 ഡിഗ്രിക്കും ഇടയ്ക്കാണെങ്കിൽ തീറ്റയുടെ വാല്യൂ. അപ്പൊ നമ്മൾ വീണ്ടും ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് ഇത് എവിടെയൊക്കെ 1 വരുന്നുണ്ട്. 0 ഉണ്ട്, π/2 ഉണ്ട്, പൈ ഉണ്ട്, 3π/2 ഉണ്ട്, 2π ഉണ്ട്, 5π/2 ഉണ്ട്, അങ്ങനെ വിടുന്നുണ്ട്. സോ ഇവിടെ 1 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. ഇപ്പൊ ഗ്രാഫ് ഇങ്ങനെ വിട്ടടിച്ചു പോന്നു, ഇങ്ങനെ വന്ന്
ഇങ്ങനെ വരുന്നു അല്ലെ. 1 വരുന്ന എവിടെയാ, ഒരൊറ്റ പോയിന്റിലേ ഉള്ളൂ, അതെവിടെയാ 5/2 സോ തീറ്റ ഏതാണ് 5/2, 0ക്കും പൈക്കും ഇടയ്ക്ക് ഒറ്റ ഒരു പോയിന്റിൽ ഇവിടെ 1 വരുന്നുള്ളൂ. സോ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 5/2. കാര്യം പിടികിട്ടിയല്ലോ, വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ, ഇങ്ങനെ ഗ്രാഫിൽ നിന്നും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, കോസ് തീറ്റ എവിടേക്കാണ് 0 ആവുന്നത്? തീറ്റ എവിടെ നിന്ന് എവിടെ വരെയാണ്? 0ക്കും 4π ഇടയ്ക്ക് വരുമ്പോൾ എവിടെയാണ് കോസ് തീറ്റ 0 ആകുന്നതെന്നാണ് നമ്മുടെ അടുത്തതായിട്ടുള്ള നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലും ഞാനൊന്ന് ഗ്രാഫ് വരയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കാം. ഗ്രാഫ് വെച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. So 0, π/2, π, 3π/2, 2π, 5π/2, 3π, 7π/2, 4π. ഇവിടെ വരല്ലേ 0ക്കും ഇതിനും ഇടയ്ക്ക്. അടുത്തത് ഇത് 1 എന്ന് ഇടാം, ഇവനെ -1 എന്ന് ഇടാം അല്ലെ. cos 0 എത്രയാണ്? cos 0 1 ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് cos π/2 0 ആണ് അല്ലെ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ. ഇതിൽ എവിടേക്കാണ് ഇത് 0 ആവുന്നത്? 0 ആവുന്ന ആദ്യത്തെ പോയിന്റ്, 0 ആവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിസ് x ആക്സിസിൽ വന്ന് മുട്ടുന്ന പോയിന്റുകൾ ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഇത്രയും സ്ഥലങ്ങളിലല്ലേ. അതായത് π/2 ഉണ്ട്, 3π/2 ഉണ്ട്, 5π/2 ഉണ്ട്, 7π/2 ഉണ്ട്. ഇവിടെയൊക്കെയാണ് ഗ്രാഫ് 0യിൽ എത്തി നിൽക്കുന്നത് അല്ലെ. ഇത്രയും സൊല്യൂഷൻസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ചോദ്യം, if tan x is equal to x, tan x x ആവുന്നത് where x belongs to -π/2 to +π/2. tan x ഞാൻ ഫംഗ്ഷൻസ് പഠിപ്പിച്ചോൻ പറഞ്ഞു, ഇത് tan x ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം, എക്സും ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. ഇതിന്റെ രണ്ടിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ആദ്യം ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക, ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഇത് രണ്ടും എവിടെയൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ, രണ്ട് ഗ്രാഫുകളും എവിടെയൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ അതായിരിക്കണം ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കളിയൊന്ന് കളിക്കാം. ഓക്കെ, ഇതിന്റെ കളിയൊന്ന് കളിക്കാനായിട്ട് ഇതിന്റെ കളിയൊന്ന് കളിക്കാനായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 0, π/2, π, 3π/2, 2π, അത്രയും വേണ്ടായിരുന്നു അല്ലെ, നമുക്ക് വെറും -π/2. ഓക്കെ, കിടക്കട്ടെ, കുഴപ്പമില്ല, -π. അപ്പൊ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇതിന്റെ ഗ്രാഫ് എല്ലാവർക്കും വരയ്ക്കാൻ തന്നെ അറിയാലോ. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമുക്ക് -π/2 ഇൻഫിനിറ്റിയിലോട്ട് പോകും, 0യിൽ ഇവിടെ വരും, ഇങ്ങനെ പോകുന്ന ഗ്രാഫാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഈ ഒരു ഇതിന്റെ ഒരു റേഞ്ചിലാണല്ലോ നമുക്ക് ശരിയട്ടെ. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക്, ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്, ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് പോകുന്ന ഒരു ഗ്രാഫാണ് ഇതെന്ന് നമുക്കറിയാലോ. ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്യുന്നില്ല, ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ് അല്ലെ. ഇതാണ് y is equal to tan x. ഇനി എന്താ വരയ്ക്കേണ്ടത്? y is equal to x എന്ന് പറയുന്ന ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. y is equal to x എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ എല്ലാം നടുക്കൂടെ പോകുന്ന ഒരു സാധനമല്ലേ. അതെ, ഇതിന്റെ എല്ലാം നടുക്കൂടെ പോയ സാധനം. ഈ ഗ്രാഫുകൾ തമ്മിൽ എത്ര പോയിന്റുകൾ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു, ഇവിടെ രണ്ടാമത്തെ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു, ഇവിടെ മൂന്നാമത്തെ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. സോ വാട്ട് ഇസ് ദ നമ്പർ ഓഫ് സൊല്യൂഷൻസ്? 3 സൊല്യൂഷൻസ്. ഓക്കെ, ഇത് ഗ്രാഫിൽ കാണിക്കാനായിട്ടായിരുന്നു ഒന്ന് ഉദ്ദേശിക്കാം. സോ ഈ ഒരു ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളാണ് ഇതിന്റെ ഗ്രാഫ്. ഓക്കെ, സോ ഗ്രാഫിക്കലി ഇതിനെ ഇങ്ങനെ സോൾവ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാകും. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയത് ഗ്രാഫിക്കലി ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളായിരിക്കും ഇതിന്റെയൊക്കെ സൊല്യൂഷൻ.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വീണ്ടും ഗ്രാഫിക്കലി തന്നെ ഷോ ചെയ്യാനായിട്ട് നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഷോ ദ സൊല്യൂഷൻ ഓൺ ഗ്രാഫ് ഓഫ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/√2 ആൻഡ് തീറ്റ ലൈസ് ബിറ്റ്വീൻ -π/2 ആൻഡ് 3π/2. -π/2നും 3π/2നും ഇടയ്ക്കുള്ള ഇതിൽ 1/√2 എവിടെയൊക്കെ വരും എന്നുള്ളതാണ് നമ്മുടെ വീണ്ടും ഉള്ള ചോദ്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിക്കാം. സീറോ, π/2, π, 3π/2, 2π, -π/2, -π, -3π/2, -2π അല്ലെ? അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റയുടെ ഗ്രാഫ് നമ്മൾ കോസ് 0 എന്ന് പറയുന്ന 1, ഇവിടെ -1 അല്ലെ? കോസ് 0 1. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ് അല്ലെ? 1/√2 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1.4 സംതിങ് അല്ലെ? √2 എന്ന് പറയുന്നത് 1.4 സംതിങ് അല്ലെ? 1 ഡിവൈഡഡ് ബൈ സംതിങ് ഗ്രേറ്റർ ദാൻ ദാറ്റ്. അതിന്റെ ഗ്രാഫുകൾ എവിടെ വരും? സംവെയർ ഹിയർ. 1/√2 എന്ന് പറയുന്നത് 45 ഡിഗ്രി അല്ലെ? കോസ് 45 ഡിഗ്രി is 1/√2. സംവെയർ ഹിയർ കോസ് ഓഫ് മൈനസും അങ്ങനെ തന്നെ വരും. അപ്പൊ ഈ ഒരു ലൈൻ നിങ്ങൾ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ലൈൻ നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെ പോയി മുട്ടുന്നോ അവിടെയൊക്കെ ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരും അല്ലെ? കോസ് തീറ്റ 1/√2 വരുന്നത് എവിടെയൊക്കെ ഈ ഗ്രാഫ് y is equal to 1/√2 വരയ്ക്കുക ആൻഡ് കോസ് തീറ്റയുടെയും ഗ്രാഫ് വരയ്ക്കുക. എവിടെയൊക്കെ പോയി മുട്ടുന്നു അതെല്ലാം ഇതിന്റെ സൊല്യൂഷൻ ആണ്. സോ ഇവിടെ ഒരു സൊല്യൂഷൻ വരും, ഇവിടെ ഒരു സൊല്യൂഷൻ വരും, ഇവിടെ ഒരു സൊല്യൂഷൻ വരും, ഇവിടെ ഒരു സൊല്യൂഷൻ വരും, ഇവിടെ ഒരു സൊല്യൂഷൻ വരും. നമുക്ക് വേണ്ടത് -π/2നും 3π/2നും ഇടയ്ക്ക്. -π/2നെ ഞാനൊന്ന് മാർക്ക് ചെയ്ത ഇതാണ് -π/2 അല്ലെ? 3π/2 എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെ. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന എവിടെയാണ്? 2 പോയിന്റുകളിൽ. ഈ ഒരു 2 പോയിന്റുകളിൽ മാത്രമേ ഇത് മീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ അവിടെ തന്നെ ആയിരിക്കും. ഈ 2 ലൈനുകളും ഈ -π/2നും 3π/2നും ഇടയ്ക്ക് ഇവിടെ മാത്രമേ വരുള്ളൂ. അപ്പം നമുക്ക് തീറ്റ കൃത്യമായിട്ട് എഴുതണമെങ്കിൽ എത്രയാണ്? തീറ്റ π/4 എന്നും എഴുതാം, -π/4 എന്നും എഴുതാം. ഇവിടെ രണ്ടിടത്തും ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. tan തീറ്റ -1 ആണെങ്കിൽ ആൻഡ് തീറ്റ ബിലോങ്സ് ടു -3π/2 to 3π/2. ഇങ്ങനെ വരുന്ന കേസിൽ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വീണ്ടും ഗ്രാഫിനെ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. അത്ര ശരിയാകുന്നില്ലല്ലോ നമ്മുടെ ഗ്രാഫ്. വരാ ശരിയാക്കി വാടപെട്ട പോകാം. ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുക, ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുക. ഇവിടെ 0 ഉണ്ട്, ഇവിടെ π/2 വരച്ചേക്കാം, ഇവിടെ π വരയ്ക്കാം, ഇവിടെ 3π/2 വരയ്ക്കാം, ഇവിടെ 2π വരയ്ക്കാം. ഇപ്പുറത്തെ സൈഡിലും അതേ കണക്ക് -π/2 ഉണ്ട്, -π ഉണ്ട്, -3π/2 ഉണ്ട്, -2π ഉണ്ട് അല്ലെ? ഇത് ടാനിന്റെ ഗ്രാഫ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കാം. ഇതിന് രണ്ടിനും ഇടയ്ക്കല്ലേ ആദ്യമായിട്ടത് ഗ്രാഫ് വരയ്ക്കുന്നത്. ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഗ്രാഫ് വരയ്ക്കാം. -π/2നും 3π/2നും ഇടയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്റെ കാലിന്റെ അടുത്ത് എന്റെ പട്ടിക്കുട്ടനുണ്ട്, അവൻ ഇവിടെ വന്ന് കിടക്കുക. അതുകൊണ്ട് എനിക്ക് കസേര അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റാത്തതുകൊണ്ട് കൈ ഒന്നും ഇത്ര മൂവ് ചെയ്യാൻ പറ്റാത്തൊരു ഭാഗത്തിലേക്ക് പോകണം. ഓക്കെ, പോട്ടെ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫ് അല്ലെ? നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ഗ്രാഫ് വരണ്ടേന്ന്. ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫ്, ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫ് അല്ലെ? ഇങ്ങനെയല്ലേ ഇതിന്റെ ഗ്രാഫുകൾ ഇരിക്കേണ്ടത് അല്ലെ? ഗ്രാഫ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നല്ല കേർവ്ഡ് ആയിട്ട് വരണ, ഇങ്ങനെ കേർവ്ഡ് ആയിട്ട് പോകുന്ന ഗ്രാഫ്. ഇവിടെ
സീറോയിൽ വന്നിട്ട് മുട്ടുന്നു, ഇതും സീറോയിൽ കൂടെ പോയിട്ട് പോകേണ്ടതാണ് അല്ലെ. ഇനി ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു -1 എന്ന് വരിക. ടാൻ തീറ്റ -1 ആവുന്ന ഇവിടെ നമുക്ക് അസ്യൂം ചെയ്തിട്ട് ആ ലൈനും കൂടെ വരയ്ക്കാം. ദിസ് ഇസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു -1 ലെറ്റ്സ് അസ്യൂം സോ. അപ്പൊ ഇത് എവിടെയൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്നത്, ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. 3 പോയിന്റുകൾ ഇത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ അത് ഇന്റർസെക്ട് ചെയ്യുന്ന -1 വരണമെങ്കിൽ നമുക്കറിയാം ടാൻ ഓഫ് 90 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോട്ട് തീറ്റയാണ് അല്ലെ, മൈനസ് കോട്ട് π/4. സോ -1 വരുന്നത് ആദ്യമായിട്ട് വരുന്നത് എത്രയാ, ഈ പോയിന്റ് എന്ന് പറയുന്നത് 90 പ്ലസ് തീറ്റയാണ്. അതായത് π/2 പ്ലസ് π/4 വരും. അതേപോലെ തന്നെ ടാൻ ഓഫ് -π/4 വരും അല്ലെ. ടാൻ ഓഫ് -π/4 -1 ആണ്. അതേപോലെ തന്നെ -5π/4 വരും. എല്ലായിടത്തും തന്നെ ഇത് സംഭവിക്കുന്നതാണല്ലോ അല്ലെ. നമുക്കറിയാം പീരിയഡ് ഓഫ് ടാൻ എന്ന് പറയുന്ന പൈ ആണ്. അന്നേരം എല്ലാത്തിന്റെയും കൂടെ -π/4 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ π/4 ആഡ് ചെയ്ത് പൈ ആഡ് ചെയ്ത് പോകുന്ന എല്ലാത്തിലും തന്നെ ഇത് വരുമെന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. സോ സൊല്യൂഷൻസ് ഇതൊക്കെ തന്നെ ആയിരിക്കണം. π/2 പ്ലസ് π/4 -π/4 -5π/4. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, ഞാൻ എന്റെ പട്ടിക്കുട്ടനെ ഒന്ന് മാറ്റി കിടത്താൻ പറ്റുമോ നോക്കട്ടെ. ഇച്ചിരി മാറാ, ഇച്ചിരി സ്പേസ് കേടാ, ഞാൻ പിള്ളേരെ പഠിപ്പിക്കട്ടെ. അങ്ങനെ എപ്പോഴും ഞാൻ ഉള്ളതിന്റെ അടുത്ത് കാലിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കണം. ഞാൻ എവിടെയെങ്കിലും അവൻ ഇട്ടിട്ട് പോകും എന്നുള്ളൊരു പേടിയാണ്. ഓക്കെ, അന്നേരത്തേക്കും അതും കഴിഞ്ഞു, അതിന്റെ കളിയും കഴിഞ്ഞു. അന്നേരം ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്, ഇതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രമായിരുന്നു. ഇത്രയും നമ്മൾ ചിന്തിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെല്ലാത്തിനും ജനറൽ ഫോർമുലാസ് ഉണ്ട്, അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് അടുത്തൊരു ഹെഡിങ് എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഈ സൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ, ആദ്യത്തത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ, രണ്ടാമത്തത് ജനറൽ സൊല്യൂഷൻ. ഇപ്പൊ 2 ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഉണ്ട്, പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷൻ. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് തീറ്റ 0ക്കും 2π-ക്കും ഇടയ്ക്കുള്ള സൊല്യൂഷൻസ് ആണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. അടുത്ത ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം nπ 2n പ്ലസ് π എന്നൊക്കെ എഴുതുന്ന ഈ ഒരു, പിന്നെ നമ്മൾ മനസ്സിലായി 4n പ്ലസ് 3π/2 എന്നൊക്കെ എഴുതിയില്ലേ, ഈ ഒരു ഫോർമാറ്റിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ സൊല്യൂഷൻ. ഒരു n ഉള്ളത്, അതിന്റെ അകത്ത് എത്ര n ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിന് സൊല്യൂഷൻസ് കിട്ടുന്നതിനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ എന്താണ്, ഇങ്ങനെ n ഉള്ള അതിൽ നിന്ന് എത്ര സൊല്യൂഷൻ വേണമെങ്കിലും കണ്ടെത്താൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ജനറൽ ആയിട്ട് എഴുതുന്ന സൊല്യൂഷൻ. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് 0ക്കും 2π-ക്കും ഇടയ്ക്ക് ഏതൊക്കെ ആംഗിൾ നമ്മൾക്ക് തന്നിരിക്കുന്ന സിറ്റുവേഷനെ അല്ലെങ്കിൽ സൊല്യൂഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഓക്കെ, വലിയ ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നന്നായിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. സൈൻ തീറ്റ 0 ആണെങ്കിൽ ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എത്രയാണ്? പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ 0ക്കും 2π-ക്കും ഇടയ്ക്ക് ഇത് എവിടേക്ക് വരും? നമുക്ക് സൈൻ തീറ്റ 0 ആവുന്ന എപ്പോഴാണ്? 0ക്ക് പറ്റും, π-ക്ക് പറ്റും, 2π-ക്ക് പറ്റും. ഇത്രയും വാല്യൂകളാണ് ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? ഇനി 3π-ക്കും പറ്റും, 4π-ക്കും ഒക്കെ പറ്റും. അത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ അല്ല, അത് 0ക്കും 2π-ക്കും ഇടയ്ക്കുള്ളതല്ല. ഓക്കെ, പിന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ലീസ്റ്റ് പോസിബിൾ ആർഗ്യുമെന്റ്. അതായത് ഈ പ്രിൻസിപ്പൽ സൊല്യൂഷനിൽ ഏറ്റവും സ്മോളസ്റ്റിനെയാണ് ലീസ്റ്റ് പോസിബിൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ സൊല്യൂഷൻസിൽ ഏറ്റവും ചെറുതിനെയാണ് നമ്മൾ ലീസ്റ്റ് പോസിബിൾ ആർഗ്യുമെന്റ്. സോ ഹിയർ വാട്ട് ഇസ് ദ ലീസ്റ്റ് പോസിബിൾ ആർഗ്യുമെന്റ്? ഇറ്റ് ഇസ് 0. ഓക്കെ, അപ്പൊ ലീസ്റ്റ് പോസിബിൾ ആർഗ്യുമെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചെങ്കിൽ അടുത്തത് കോസ് തീറ്റ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ എന്തൊക്കെയായി വരുന്നത്? 0യും വരാം, 2πയും വരാം അല്ലെ. കോസ് തീറ്റ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയ്ക്ക് 0യും 2πയും വാല്യൂസ് വരാമെന്ന് നമുക്കറിയാമല്ലോ അല്ലെ. ഈ 2 വാല്യൂസ് അല്ലേ ഉള്ളൂ. ഇത് രണ്ടുമാണ് നമ്മൾ ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. അടുത്തത് കോസ് തീറ്റ -1 ആണെങ്കിലോ തീറ്റ 0 π മാത്രമല്ലേ ഉള്ളൂ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആയിട്ടുള്ള. നിങ്ങളിപ്പോ ഗ്രാഫ് വരച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം, കോസിന്റെ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ. കോസ് തീറ്റ is equal to -1, 0ക്കും ഇത് 0 ആണ്, ഇത് π/2 ആണ്, ഇത് π ആണ്, ഇത് 3π/2 ആണ്, ഇത് 2π ആണ്. ഇതിന് രണ്ടിനും ഇടയ്ക്ക് 1 വരുന്ന എവിടേക്ക്? 0ക്കും 2πയിലും മാത്രമേ ഉള്ളൂ. -1 വരുന്ന എവിടെ? ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലെ, പൈയിൽ മാത്രമേ ഉള്ളൂ -1 വരുന്നത്. ഈ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ,
ഇത്രയും കാര്യം നിങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ എഴുതാൻ പോവാണ്. ജനറൽ സൊല്യൂഷൻസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. ജനറൽ സൊല്യൂഷൻസ് 6 ഫോമുകളുണ്ട്, 6 ഫോംസ്. ഓക്കെ, 6 ഫോംസ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഫോം പഠിക്കാം. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ആൽഫ എന്നുള്ള ഒരു ടൈപ്പ് വന്നു കഴിഞ്ഞാൽ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ആൽഫ ടൈപ്പ്. ഇപ്പൊ നിങ്ങളൊരു സൊല്യൂഷൻസിൽ കാണുക, ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കും. ഇപ്പൊ ഇതൊന്ന് കാണാം. ടാൻ ഓഫ് സം ആംഗിൾ ഇസ് ഈക്വൽ ടു ടാൻ ഓഫ് സം ആംഗിൾ ആണെങ്കിൽ ഇതൊരു നോൺ ആംഗിൾ, എക്സാമ്പിൾ ടാൻ തീറ്റ ടാൻ ലെറ്റ്സ് സേ π/4 എന്നാണെങ്കിൽ എങ്ങനെ ഈ തീറ്റയെ നമുക്ക് ജനറലി എഴുതാൻ പറ്റും? ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ടാൻ തീറ്റ ടാൻ ആൽഫ ആണെങ്കിൽ നമുക്കറിയാം ടാൻ തീറ്റ മൈനസ് ടാൻ ആൽഫ എന്ന് പറയുന്നത് 0 എന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ 0 ആണ്. ഇതിനെ എഴുതി കഴിഞ്ഞാൽ സൈൻ തീറ്റ ഇൻറ്റു കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് തീറ്റ, ഇത് 0 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു കോസ് ആൽഫ, ഇത് 0 എന്ന് വരും അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്ന സാധനത്തിന് സൈൻ ഓഫ് തീറ്റ മൈനസ് ആൽഫ എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു കോസ് ആൽഫ എന്ന് പറയുന്നത് 0 എന്ന് നമുക്ക് എഴുതാം അല്ലെ? ഒരു ഫ്രാക്ഷൻ 0 ആകണമെങ്കിൽ ന്യൂമറേറ്റർ അല്ലേ 0 ആണ്. അതായത് സൈൻ ഓഫ് തീറ്റ മൈനസ് ആൽഫ നമുക്ക് 0 വരുന്നതായിട്ട് മനസ്സിലാക്കാം. അതായത് സൈൻ ഓഫ് തീറ്റ മൈനസ് ആൽഫ 0 ആകണമെങ്കിൽ തീറ്റ മൈനസ് ആൽഫ എൻ പൈ എന്ന് എനിക്ക് എഴുതാലോ. കാരണം സൈൻ ഓഫ് എപ്പോഴാണ് എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് പൈയും 0 ആണ്. സോ തീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത് എൻ പൈ ആണ്. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് ആൽഫ ആണ്. മനസ്സിലായോ? തീറ്റ എന്ന് പറയുന്നത് എൻ പൈ പ്ലസ് ആൽഫ ആണ്, വേർ എൻ ക്യാൻ ബി എനി ഇന്റിജർ വാല്യൂ. കാര്യം പിടികിട്ടിയോ? ഓക്കെ, കാര്യം പിടികിട്ടിയെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇഫ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ ആണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം കോസ് തീറ്റ മൈനസ് കോസ് ആൽഫയെ നമുക്ക് 0 എന്ന് എഴുതാം. കോസ് എ മൈനസ് കോസ് ബി എന്ന് പറയുന്നത് -2 സൈൻ തീറ്റ പ്ലസ് ആൽഫ ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് തീറ്റ മൈനസ് ആൽഫ ബൈ 2 0 എന്ന് നമുക്ക് എഴുതാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് പ്രോഡക്റ്റ് -2 0 ആകാൻ പറ്റില്ല. അന്നേരം ഇത് either 0 ആകാം അല്ലെങ്കിൽ ഇത് 0 ആകാം. ഇതല്ലേ രണ്ട് പോസിബിലിറ്റീസ്. ദാറ്റ് ഇസ് either സൈൻ ഓഫ് തീറ്റ പ്ലസ് ആൽഫ ബൈ 2 is equal to 0 or സൈൻ ഓഫ് തീറ്റ മൈനസ് ആൽഫ ബൈ 2 equal to 0. ഇതല്ലേ? സോ സൈൻ ഓഫ് തീറ്റ പ്ലസ് ആൽഫ ബൈ 2 is equal to 0 വരണമെങ്കിൽ തീറ്റ പ്ലസ് ആൽഫ ബൈ 2 എൻ പൈ ഫോമിലായിരിക്കണം. തീറ്റ പ്ലസ് ആൽഫ എന്ന് പറയുന്നത് 2n പൈ ആയിരിക്കണം. അതായത് തീറ്റ എന്ന് പറയുന്നത് 2n പൈ മൈനസ് ആൽഫ ആയിരിക്കണം. അടുത്തത് സൈൻ ഓഫ് തീറ്റ മൈനസ് ആൽഫ ബൈ 2 0 ആകണമെങ്കിൽ ആംഗിൾ ആയിട്ടുള്ള തീറ്റ മൈനസ് ആൽഫ ബൈ 2 എൻ പൈ ഫോമിലായിരിക്കണം. അതായത് തീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത് 2n പൈ ആകണം. തീറ്റ എന്ന് പറയുന്നത് 2n പൈ പ്ലസ് ആൽഫ ആകണം. കാര്യം പിടികിട്ടിയോ? സോ തീറ്റ എന്ന് പറയുന്നത് 2n പൈ മൈനസ് ആൽഫയോ 2n പൈ പ്ലസ് ആൽഫയോ ആകാം. അതായത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? തീറ്റ എന്ന് പറയുന്നത് 2n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫ എന്ന് എനിക്ക് ഈസി ആയിട്ട് എഴുതാം. സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ആൽഫയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫ എന്ന് പറയുന്നതാണ്. അതേപോലെ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ആൽഫയുടെ സൊല്യൂഷനോ തീറ്റ എന്ന് പറയുന്നത് n പൈ പ്ലസ് ആൽഫ ആണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വീണ്ടും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാം. അടുത്ത മൂന്നാമതായിട്ട് നമുക്കുള്ളത് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ആൽഫ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? സൈൻ തീറ്റ മൈനസ് സൈൻ ആൽഫ എന്ന് പറയുന്നത് 0 എന്ന് എഴുതാം. അതായത് 2 സൈൻ തീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് ഓഫ് തീറ്റ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 2 0 ആകാം. അതായത് സൈൻ ഓഫ് തീറ്റ മൈനസ് ആൽഫ ബൈ 2 0 ഓർ കോസ് ഓഫ് തീറ്റ പ്ലസ് ആൽഫ ബൈ 2 0 ആകാം അല്ലെ? ഇത് 0 ആകുന്ന എപ്പോഴാണ്? തീറ്റ മൈനസ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് n പൈ ആകാം. അല്ലെങ്കിൽ ഓർ തീറ്റ പ്ലസ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് എത്ര എന്ന് വരാം? അതെന്ന് പറയുന്നത് 2n plus 1 pi by 2 or 2n minus 1 pi by 2 അല്ലെ? odd multiples of pi by 2 എല്ലാം cos theta 0 ആവത്തില്ലേ? cos of theta plus alpha by 2 0 ആകണമെങ്കിൽ ഈ cosന്റെ ആംഗിൾ എന്ന് പറയുന്നത് odd multiple of pi by 2 ആണ്. അത് 2n plus 1 pi by 2 ആണ്. അതായത് ഇതിനെ റീപ്ലേസ് ചെയ്ത് theta is equal to 2n pi plus alpha എന്ന് എഴുതാം. ഇതെന്താ വരാൻ പോകുന്നത്? theta is equal to
2n plus 1 pi മൈനസ് ആൽഫ എന്ന് വരും അല്ലെ. 2n plus 1 pi മൈനസ് ആൽഫ. ഇതിനെ രണ്ടും കൂടെ എങ്ങനെയാണ് എനിക്ക് കമ്പൈൻ ചെയ്യുന്നത്? ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? തീറ്റ ഇസ് ഈക്വൽ ടു n pi പ്ലസ് മൈനസ് 1 റേസ് ടു n ആൽഫ എന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ n1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സൊല്യൂഷൻ പൈ മൈനസ് ആൽഫ അല്ലെ. ആ ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ഇത് n1 ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ n ഇവിടെ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈ മൈനസ് ആൽഫ കിട്ടുന്നുണ്ട്. സോ ഈ സൊല്യൂഷന്റെ കാര്യം ഇവിടെ ഇതിൽ നിന്ന് പോസിബിൾ ആണ്. അതേപോലെ തന്നെ n2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് n പൈ, അതായത് 2 പൈ മൈനസ് 1 റേസ് ടു 2 ആൽഫ, അതായത് 2 പൈ പ്ലസ് ആൽഫയും എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ഇതിലേക്ക് 1 ഇട്ട് കൊടുത്താനുള്ള സാധനവും കിട്ടുന്നുണ്ട്. രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ തീറ്റ ഇസ് ഈക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1 റേസ് ടു n ആൽഫ. അപ്പൊ ഈ പാർട്ട് നമുക്ക് സോൾവ് ആയി, ഈ പാർട്ടും സോർട്ടഡ് ആയി. അപ്പൊ നമുക്ക് ഇതുവരെ എന്തൊക്കെയാ പഠിച്ചത്? നമ്മുടെ ജനറൽ സൊല്യൂഷനിൽ നമ്മൾ പഠിച്ചത് tan തീറ്റ ഇസ് ഈക്വൽ ടു tan ആൽഫ ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു n പൈ പ്ലസ് ആൽഫ എന്ന് വന്നു. അതേപോലെ തന്നെ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫ എന്ന് നമുക്ക് പഠിച്ചു അല്ലെ. 2n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫ. അത് അടുത്തത് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ആൽഫ ആണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് തീറ്റ ക്യാൻ ബി n പൈ പ്ലസ് മൈനസ് 1 റേസ് ടു n ആൽഫ ആണെന്നും നമുക്ക് പഠിച്ചു അല്ലെ. അടുത്ത ഫോർത്ത് ടൈപ്പിലേക്ക് കിടക്കുവാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ ഇതിന് ഞാൻ ഒരു കാര്യം ചെയ്യണം. രണ്ട് സൈഡിലും 2 ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 2 സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ ആൽഫ വന്നില്ലേ? അതായത് 2 സൈൻ സ്ക്വയർ തീറ്റ 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് എഴുതാലോ. ഇതിനെ 1 മൈനസ് കോസ് 2 ആൽഫ എന്ന് എഴുതാലോ. 1ഉം വെട്ടിപ്പോയി മൈനസും വെട്ടിപ്പോയി കഴിഞ്ഞാൽ കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 2 ആൽഫ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ഇപ്പം നിങ്ങൾക്ക് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫ. അപ്പൊ കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഓഫ് 2 ആൽഫ ആണെങ്കിൽ തീറ്റയ്ക്ക് വരെ എന്താണ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫയ്ക്ക് വരെ 2 ആൽഫ എന്ന് എനിക്ക് എഴുതാമല്ലോ. അതല്ലേ ഈ ഒരു ഫോം, ഈ ഒരു ഫോർമാറ്റ് അല്ലേ ഇവിടെ കാണുന്നത്. ഓ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ആംഗിൾ ഇസ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് 2 ആൽഫ എന്ന് എഴുതാം. ത്രൂ ഔട്ട് ഞാൻ 2 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫ എനിക്ക് ഈസി ആയിട്ട് എഴുതാമല്ലോ. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ആൽഫയുടെ സൊല്യൂഷൻ തീറ്റ ഇസ് ഈക്വൽ ടു n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം അഞ്ചാമത്തെ ഇത് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ആൽഫ ആണെങ്കിൽ എനിക്ക് ഇതിന്റെ സൊല്യൂഷൻ എന്താ വരുന്നത്? ഇതിനെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം, ഇതിനെ 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ എന്ന് എഴുതാം. സോ ദിസ് ഇസ് സെയിം ആസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ആൽഫ. അപ്പൊ ഇവിടുത്തെ സൊല്യൂഷൻ തന്നെ കിട്ടിയല്ലോ. അപ്പം കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ആൽഫയും തീറ്റ n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫയാണ് സൊല്യൂഷൻ. കാര്യം പിടികിട്ടിയോ? കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ആൽഫയുടെയും സൊല്യൂഷൻ സെയിം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ടാനിനെയും കൂടെ ഒന്ന് ചിന്തിച്ചാലോ. ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ ആൽഫ വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് 1 മൈനസ് സീക് സ്ക്വയർ തീറ്റ, സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 അല്ലെ. അന്നേരം ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 അല്ലെ, is equal to sec square alpha minus 1. അതായത് sec square theta is equal to sec square alpha എന്നായല്ലോ. അതായത് 1 by cos square theta is equal to 1 by cos square alpha എന്നാണല്ലോ. That is same as cos square theta is equal to cos square alpha എന്നാണല്ലോ. അന്നേരം ഇവിടെയും സെയിം സൊല്യൂഷൻ വന്നു. theta is equal to n pi plus or minus alpha. അപ്പൊ അതിന്റെ മൂന്നിന്റെയും സൊല്യൂഷൻ സെയിം ആണ്, n pi plus or minus alpha. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു tan theta is equal to tan alpha ആണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് theta is equal to n pi plus alpha എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. രണ്ടാമത് നമ്മൾ പഠിച്ചു cos theta is equal to cos alpha ആണെങ്കിൽ theta is equal to 2n pi plus or minus alpha എന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ sin theta is equal to sin alpha ആണെങ്കിൽ theta is equal to n pi plus minus 1 raised to n alpha ആണെന്ന് നമ്മൾ പഠിച്ചു. നാലാമതായിട്ട് നമ്മൾ പഠിച്ചു സ്ക്വയർ ഉണ്ട്. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ സ്ക്വയർ ആൽഫയ്ക്കോ കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ആൽഫയ്ക്കോ ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ ആൽഫയ്ക്കോ എല്ലായിടത്തെയും സൊല്യൂഷൻ n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫ എന്നാണെന്ന് നമുക്ക് പഠിച്ചു. എല്ലാത്തിന്റെയും സൊല്യൂഷൻ n പൈ പ്ലസ് ഓർ മൈനസ് ആൽഫ. ഇത്രയേ ഉള്ളൂ. ഈ 6 കാര്യങ്ങളില്ല, 4 കാര്യമേ ടെക്നിക്കലി നമ്മൾ കാണാൻ പഠിക്കേണ്ടേ ഉള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ഈ ചാപ്റ്ററിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഈസി ആയിട്ട് കിടക്കാം. ചോദ്യം ഇതാണ്, 2 sin x minus cos x 2 sin x minus cos x into 1 plus cos x നെ സോൾവ് ചെയ്യുക is equal to 1 plus cos x is equal to sin square x നെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ ഓഫ് എക്സിനാണ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. ഇപ്പൊ സൈനിനെയൊക്കെ എളുപ്പത്തിനായിട്ട് നമുക്ക് എന്താണ് എസ് എന്നങ്ങ് എഴുതുവാണ്, കോസിനെ സി എന്നങ്ങ് എഴുതുവാണ്. 1 plus c is equal to s square. ഇതാണ് നമുക്കുള്ളത് അല്ലെ. This is 2s minus c into 1 plus c is equal to sin square x നെ 1 minus cos square x എന്ന് എനിക്ക് എഴുതാമല്ലോ. c square എന്ന് പറഞ്ഞാൽ cos square x ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ എഴുതുവാണ്. So this is 2s minus c into 1 plus c is equal to a square minus b square നെ a minus b into a plus b എന്ന് എഴുതാം. So 2s minus c into 1 plus c minus of 1 minus c into 1 plus c equal to 0 എന്ന് നമുക്ക് എഴുതാം. ഇതിൽ രണ്ടിലും എന്താ കോമൺ എടുക്കുന്ന? 1 plus c കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2s minus c minus 1 plus c എന്ന് നമുക്ക് എഴുതാം. ഇതും വെട്ടിപ്പോയി. അതായത് നമുക്കുള്ളത് 1 plus c into 2s minus 1 എന്ന് പറയുന്ന 0 എന്ന് കിട്ടി. അതായത് 1 plus cos theta അല്ല cos x അല്ലെ into 2 sin theta, s എന്ന് പറയുന്നത് sin theta minus 1 is equal to 0. അതായത് രണ്ട് പ്രോഡക്റ്റ് 0 വരുവാണെങ്കിൽ either 1 plus cos x is equal to 0 വരാം or 2 sin theta minus 1 is equal to 0 വരാം. ഈ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അതായത് cos x is equal to minus 1 എന്നോ, അതായത് sin theta അല്ല x ആണ്, so sin x is equal to 1/2 എന്നോ നമുക്ക് വരാം അല്ലെ. cos theta minus 1 വരുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം. theta is equal to പൈയുടെ കേസിലല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചുമായിരുന്നു, ജനറൽ സൊല്യൂഷനിൽ പഠിച്ചില്ലേ. cos theta എപ്പോഴാ 0 വരുന്നത്? cos theta is equal to 0 അല്ല, സോറി, cos theta is equal to minus 1 വരുന്നത്. cos theta minus 1 വരുന്നത് 2n plus 1 പൈയിലാണ് വരുന്നതെന്ന് നമുക്ക് പഠിച്ചില്ലേ. cos theta is equal to ഇത് വരുന്നത്. Alright. So അതിനൊരു പോസിബിൾ സൊല്യൂഷൻസ് cos theta is equal to minus 1 വരുന്നത് എവിടേക്കാ? ഇപ്പൊ നമ്മൾ ഗ്രാഫ് എടുത്തു കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ പൈയിൽ വരുന്നുണ്ട് അല്ലെ, -1 പൈയിൽ വരുന്നുണ്ട്, അതിനുശേഷം 2 പൈയിൽ വരില്ല, 3 പൈയിൽ വരുന്നുണ്ട്. അതായത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലെല്ലാം വരുന്നുണ്ട് അല്ലെ. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലെല്ലാം വരുന്നതായിട്ട് സാധിക്കും. അതായത് cos x is equal to minus 1 എന്ന് പറഞ്ഞാൽ theta is equal to 2n plus 1 പൈയിൽ വരുന്നുണ്ട്, or sin x is equal to 1/2. 1/2 എന്ന് പറയുന്ന sin of pi by 6 എന്ന് എഴുതാം. ഇത് sin x is equal to sin alpha kind of form അല്ലേ. നമുക്കറിയാം sin x is equal to sin alpha ആണെങ്കിൽ x is equal to n pi plus minus 1 raised to n alpha ആണ്. അതായത് x is equal to n pi plus minus 1 raised to n pi by 6 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇത്രയും സൊല്യൂഷൻസ് എഴുതാൻ പറ്റും. ഇതാണല്ലോ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് സൊല്യൂഷനും നമുക്ക് എഴുതാം. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ഒന്നാമത്തത് sin 2 theta equal to 0. sin 2 theta equal to 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതേണ്ടത്? അതായത് 2 theta എന്ന് പറയുന്നത് എത്രയാണ്? 0യെ എനിക്ക് sin 0 എന്ന് എഴുതാമല്ലോ, 0യെ sin 0 എന്ന് എഴുതാം. അപ്പൊ sin 2 theta sin 0 ആണെങ്കിൽ നമുക്കറിയാം sin theta is equal to sin alpha എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ theta is equal to n pi plus minus 1 raised to n alpha ആണ്. അപ്പൊ sin of 2 theta is equal to 0 എന്ന് പറഞ്ഞാൽ 2 theta is equal to n pi plus minus 1 raised to n alpha എന്ന് പറയുന്നത് 0 ആണ്. അതായത് 2 theta is equal to n pi, കാരണം into 0 0 തന്നെ വരും. അതായത് theta is equal to n pi by 2 എന്നുള്ളതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ ആയിട്ട് ഇവിടെ വരുന്നത്. കാര്യം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്ന സൈൻ ഓഫ് 3 theta by 2 is equal to 0. അതായത് സൈൻ ഓഫ് 3 theta by 2 is equal to സൈൻ ഓഫ് 0 എന്ന് എനിക്ക് എഴുതാമല്ലോ. ഓക്കെ, സൈൻ ഓഫ് 0 എന്ന് നമുക്ക് എഴുതാമല്ലോ. അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. സൈൻ ഇത് ഏത് ഫോമാണ്? ദിസ് ഇസ് ഓഫ് ദ ഫോം sin theta equal to sin alpha. Then theta is equal to n pi plus minus 1 raised to n alpha. അതായത് ഇവിടെ തീറ്റയ്ക്ക് പകരം എന്താണ്? 3 theta by 2.
n pi plus minus 1 raised to n alpha എന്ന് പറയുന്നത് 0. So 3 theta by 2 എന്ന് പറയുന്നത് n pi എന്ന് വരും. Theta എന്ന് പറയുന്നത് 2n pi divided by 3 എന്ന് cross multiply ചെയ്ത് എഴുതാലോ. So solution ഇതായിരിക്കണമല്ലോ നമ്മുടേത്. So this should be the general solution for sin of 3 theta by 2 is equal to 0. ഇതിൽ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 pi by 3 theta is equal to 2 pi by 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യും. 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 pi by 3 ഇതിന്റെ അത് theta 4 pi by 3 ഇട്ട് സാറ്റിസ്ഫൈ ചെയ്യും. 100 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 200 pi by 3 അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് ഇതിന്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തത് കഴിഞ്ഞു. അടുത്ത മൂന്നാമതായിട്ട് നമുക്കുള്ള ചോദ്യം എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ 2 തീറ്റ 0. ഒരു സ്ക്വയർ ടേം 0 ആണെങ്കിൽ അതിന്റെ ബേസ് ആയിട്ടുള്ള സാധനവും 0 ആയിരിക്കണല്ലോ. സൈൻ സ്ക്വയർ 2 തീറ്റ 0 ആകണമെങ്കിൽ സൈൻ 2 തീറ്റ 0 ആകണം. അതായത് സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് സൈൻ 0 ആകണം. നമുക്ക് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ആൽഫ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 2 തീറ്റ ഇസ് ഈക്വൽ ടു n pi പ്ലസ് മൈനസ് 1 റേസ് ടു n ഇൻറ്റു 0 എന്ന് നമുക്ക് എഴുതാം. അതായത് 2 തീറ്റ ഇസ് ഈക്വൽ ടു n pi യും തീറ്റ ഈക്വൽ ടു n pi by 2 എന്നും നമുക്ക് വീണ്ടും തന്നെ ഇതിന്റെ അകത്ത് എഴുതാൻ സാധിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് ഫോർത്ത് ചോദ്യം എന്ന് പറയുന്നത് cos 3 theta equal to 0 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ cos 3 theta is equal to 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതായത് 3 theta എന്ന് പറയുന്നത് നമുക്കറിയാം cos എപ്പോഴാ 0 ആവുന്നത്? cos 0 ആകണമെങ്കിൽ അത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2കളിലല്ല അല്ലെ? 2n minus 1 pi by 2 or 2n plus 1 pi by 2 എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതായത് 3 theta എന്ന് പറയുന്നത് എപ്പോഴാ എന്താണ്? 2n minus 1 pi by 2ലാകണം. അതല്ലേ ഇതിന്റെ ഒരു അർത്ഥം. cos theta 0 ആവുന്ന ഓഡ് മൾട്ടിപ്പിൾ ആണ് 2n minus 1 pi by 2. അതായത് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 2n minus 1 into pi divided by 6. ഈ എല്ലാ വാല്യൂസിലും cos 3 theta 0 ആകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത അഞ്ചാമത്തെ ചോദ്യം cos of 3 theta by 2 എപ്പോഴാ 0 ആവുന്നത്? അതായത് cos of 3 theta by 2 should be same as cos of odd multiple അതായത് 2n minus 1 pi by 2 എന്നാണ്. അതായത് 3 theta by 2 should be same as 2n minus 1 pi by 2 അല്ലെ? theta is equal to 2 ഉം 2 വെട്ടിപ്പോയി 2n minus 1 pi divided by 3 എന്ന് നമുക്ക് വരും. 2n minus 1 into pi divided by 3 എന്നുള്ളതായിരിക്കണം ഇതിന്റെ സൊല്യൂഷൻ. ഓക്കെ, അടുത്ത ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം cos സ്ക്വയർ 3 തീറ്റ എപ്പോഴാ 0 ആകുന്നത്? നമുക്കൊരു സ്ക്വയർ ടേം 0 ആകണമെങ്കിൽ അതിന്റെ ബേസും 0 ആകണമെന്ന് നമുക്കറിയാലോ. അതായത് നമുക്ക് 3 തീറ്റ എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആകണമെന്ന് അറിയാലോ. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 2n minus 1 into pi divided by 6 ആകണമെന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയാം അല്ലെ? സോ ദിസ് ഷുഡ് ബി 2n minus 1 pi by 6. അടുത്ത ഏഴാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. tan തീറ്റ 0 ആകുന്നത് എപ്പോഴാണ്? tan തീറ്റ എന്ന് പറയുന്നത് sin തീറ്റ by cos തീറ്റ ആണ്. tan തീറ്റ 0 ആകുമ്പോൾ sin തീറ്റയും 0 ആകും. tan തീറ്റ 0 ആകുന്നു പറഞ്ഞാൽ തീറ്റ എവിടെയാണ്? n pi യിലാണ്. അപ്പൊ തീറ്റ is equal to n pi എന്ന് തന്നെയാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാര്യം പിടിയിട്ടില്ലേ? അടുത്തത് tan of theta by 2 എപ്പോഴാ 0 ആകുന്നത്? tan of theta by 2 0 ആണെങ്കിൽ ആംഗിൾ അകത്തുള്ള ആംഗിൾ n pi ഫോമിലാകണം. theta is equal to n pi by 2 അല്ല 2n pi ഫോമിലാകണം. സോ 2n pi ഫോമിലുള്ള തീറ്റയെല്ലാം tan of theta by 2 0 ആകും. ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 8 കഴിഞ്ഞു. അടുത്ത 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് tan of 3 theta by 4 എപ്പോഴാ 0 ആകുന്നത്? ഇത് 0 ആകണമെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് n pi ഫോമാറ്റിലായിരിക്കണം. അതായത് തീറ്റ എന്ന് പറയുന്നത് 4n pi divided by 3 എന്നുള്ള ഒരു രീതിയിലായിരിക്കണം. സോ തീറ്റ ഷുഡ് ബി 4n pi divided by 3. അടുത്ത 10ാമത്തത് സൈൻ തീറ്റ എന്ന് പറയുന്നത് √3/2 ആണെങ്കിൽ നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ആൽഫ ഫോമിൽ നമുക്ക് എഴുതാവോ? ഏതെങ്കിലും അറിയാവുന്ന ഒരു ആംഗിൾ ഇപ്പൊ ഒരു നോട്ട് ആയിട്ട് വെക്കുക. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ +2 പഠിക്കുക. ഓർക്കുക, സൈൻ തീറ്റയുടെ കേസ് വരുമ്പോൾ എപ്പോഴും ഈ ആൽഫ എടുക്കുന്നത് -π/2നും π/2നും ഇടയ്ക്കുള്ള എടുക്കുക. കോസ് തീറ്റയുടെ കേസ് വരുമ്പോൾ അത് 0യ്ക്കും പൈക്കും ഇടയ്ക്കുള്ള കേസിൽ എടുക്കുക. ടാൻ തീറ്റയുടേതും സെയിം -π/2നും π/2നും ഇടയ്ക്കുള്ള എടുക്കുക. ഇതൊന്ന് ഓർത്ത് വെക്കുക.
ഓക്കെ, ഇതിനുള്ള ആംഗിൾ ഇട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായിട്ട് വരും. എന്താ റീസൺ എന്ന് നിങ്ങൾ അടുത്ത വർഷം പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സൈൻ തീറ്റ √3/2 ആണെങ്കിൽ നമുക്ക് സൈനിന്റെ ഏത് വാല്യൂ ആയിട്ട് ഇതിനെ എഴുതാൻ പറ്റും? π/3 ആയിട്ട് എഴുതാൻ പറ്റില്ലേ? സോ സൈൻ തീറ്റ സൈൻ π/3 ആണെങ്കിൽ ഇത് ഏത് ഫോർമാറ്റ് ആണ്? സൈൻ തീറ്റ സൈൻ ആൽഫ ഫോർമാറ്റ്. സൈൻ തീറ്റ സൈൻ ആൽഫ ഫോർമാറ്റ് ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് nπ പ്ലസ് -1/n ആൽഫ എന്ന് നമുക്കറിയാലോ. തീറ്റ എന്ന് പറയുന്നത് nπ പ്ലസ് -1/n ആൽഫ എന്ന് പറയുന്നത് π/3 ആണല്ലോ. സോ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് nπ പ്ലസ് -1/n π/3 ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതായിരിക്കണം നമ്മുടെ സൊല്യൂഷൻ. ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യം ഇതാണ്. കൊസീക് തീറ്റ ഇസ് ഈക്വൽ ടു 2. സി, നമ്മൾ സൈനിലും കോസിലും ടാനിലും മാത്രം ചെയ്താൽ മതി. കൊസീക്കിലും സീക്കിലും ഒക്കെ വരുമ്പോൾ അതിനെ കറസ്പോണ്ടിങ് സൈനിലും കോസിലും ഒക്കെ കൺവേർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എളുപ്പമാണ്. ദാറ്റ് ഇസ് സെയിം ആസ് സൈൻ തീറ്റ ഇസ് 1/2, isn't it? അതായത് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈനിന് ഏത് വാല്യൂസിലാണ് എഴുതേണ്ടത്? -π/2 നും +π/2 π/6 എന്ന് എഴുതാലോ. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു nπ പ്ലസ് -1/n ആൽഫ എന്ന് പറയുന്ന π/6 ആണ്. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ ഇതായിട്ടാണ് വരുന്നത്. കൊസീക് തീറ്റ ഇസ് ഈക്വൽ ടു 2ന്റെ. അടുത്ത 12th ചോദ്യം എന്ന് പറയുന്നത് 2 സൈൻ തീറ്റ പ്ലസ് 1 എന്ന് പറയുന്ന 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ തീറ്റ -1/2 ആയിട്ട് വരുന്നുണ്ട്. അതായത് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് -π/6 എന്ന് എനിക്ക് എഴുതിക്കൂടെ? സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ ആണ്, ഇങ്ങനെ എഴുതാലോ. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് nπ പ്ലസ് -1/n ആൽഫ എന്ന് പറയുന്നത് -π/6 ആണ്. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ ഇങ്ങനെ വരും. അപ്പൊ സൈനിന്റെ കേസിൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ട്രൈ ടു മേക്ക് ബിറ്റ്വീൻ -π/2 ആൻഡ് +π/2. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് നമുക്ക്. ഓക്കെ, സൈനിന്റെ കേസിൽ പഠിച്ചു, കോസിന്റെ കേസിൽ പഠിച്ചു, ടാനിന്റെ കേസിൽ നമ്മൾ പഠിച്ചാണ്. അടുത്ത അങ്ങനെയാണെങ്കിൽ നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് അങ്ങ് കടന്നാലോ. 13ാമത്തെ ചോദ്യം പറയുന്നത് കോസ് തീറ്റ ഈക്വൽ ടു 1/2 വരികയാണെങ്കിൽ തീറ്റ എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് 0ക്കും പൈക്കും ഇടയ്ക്ക് ഇതിന് എന്തെന്ന് എഴുതാം? കോസ് ഓഫ് 60 ഡിഗ്രി, അതായത് π/3 എന്ന് എഴുതാം. കോസ് തീറ്റ ഈക്വൽ ടു കോസ് ആൽഫ വന്നു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് 2nπ പ്ലസ് ഓർ മൈനസ് ആൽഫയാണ്. അപ്പൊ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഓഫ് π/3 വന്നു കഴിഞ്ഞാലോ തീറ്റ എന്ന് പറയുന്നത് 2nπ അങ്ങനെ തന്നെ പ്ലസ് ഓർ മൈനസ് ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ π/3 ആണ് വരുന്നത്. ഇതായിരിക്കണം നമ്മുടെ സൊല്യൂഷൻ. 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോസ് 3 തീറ്റ 1/2 ആയിട്ട് വന്നു കഴിഞ്ഞാൽ സെയിം കാര്യം നമുക്ക് ചെയ്യാം. കോസ് 3 തീറ്റയെ നമുക്ക് കോസ് ഓഫ് π/3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് 3 തീറ്റ എന്ന് പറയുന്നത് 2nπ പ്ലസ് ഓർ മൈനസ് π/3 എന്ന് നമുക്ക് എഴുതാം. തീറ്റ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2nπ/3 പ്ലസ് ഓർ മൈനസ് π/9 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇതായിരിക്കണമല്ലോ ഇതിന്റെ ആക്ച്വൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ 14 നമ്മൾ കഴിഞ്ഞു. 14 കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അടുത്ത 15ലേക്ക് കിടക്കുകയാണ്. 15ലേക്ക് കടന്നു കഴിഞ്ഞാൽ കോസ് ഓഫ് 3 തീറ്റ എന്ന് പറയുന്ന -1/2 വന്നു കഴിഞ്ഞാൽ കോസ് ഓഫ് 3 തീറ്റയെ നമുക്ക് കോസ് നെഗറ്റീവ് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. 0ക്കും π/2 ഇടയ്ക്ക് അല്ലെ. കോസ് 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാം. അങ്ങനത്തെ രീതിയിൽ എഴുതിക്കൂടെ? അപ്പൊ ഇങ്ങനെ എഴുതാലോ. അതായത് കോസ് ഓഫ് 3 തീറ്റ എന്ന് പറയുന്നത് കോസ് ഓഫ് 2π/3 ആണ് അല്ലെ. ഇപ്പൊ വീണ്ടും എഴുതാം. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ ആണെങ്കിൽ 3 തീറ്റ എന്ന് പറയുന്നത് 2nπ പ്ലസ് ഓർ മൈനസ് ആൽഫ, അതായത് 2π/3. തീറ്റ എന്ന് പറയുന്നത് 2nπ ഡിവൈഡഡ് ബൈ 3 പ്ലസ് ഓർ മൈനസ് 2π/3 into 3, അതായത് 2π/9 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ ദിസ് ഷുഡ് ബി ദ സൊല്യൂഷൻ വാല്യൂ ഹിയർ. കോസിന്റെ കേസിൽ നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് ഓർത്ത് വെക്കണമെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ 0, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, പിന്നെ 90 കഴിഞ്ഞ് കഴിഞ്ഞാൽ 120 ഡിഗ്രി, 135 ഡിഗ്രി, പിന്നെ ഇവിടെ എന്താ വരുന്നത് 150 ഡിഗ്രി, 180 ഡിഗ്രി, ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളത്. 0 എന്ന് പറയുന്നത് കോസിന്റെ കേസിൽ 0 എന്ന് പറയുന്ന 1, ഇത് √3/2, ഇത് 1/√2, ഇത് 1/2, ഇത് 0. ഇപ്പുറത്തോട്ട് വരുമ്പോ ഇതേ സാധനത്തിന് തിരിച്ച് നെഗറ്റീവ് ഇട്ടങ്ങ് എഴുതിയാൽ മതി.
-1/√2 -√3/2 -1. ഇങ്ങനെ ഓർത്തു വെക്കാം. കോസിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഓർത്തു വെക്കാം. ലോജിക്കലി ഓർക്കാൻ പറ്റാത്തൊരു, ലോജിക്കലി ഓർക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാത്രയും കാണാൻ പഠിക്കുന്നതിന് ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ തിരിച്ചെഴുതിയാലും എഴുതാൻ പറ്റുമെന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരുന്നു കഴിഞ്ഞാൽ കാര്യം എളുപ്പമായിട്ട് വരും. അപ്പൊ ഇവിടെ പെട്ടെന്ന് -1/2 എങ്ങനെയാണ് 120 ഡിഗ്രി അതായത് 2π/3 വരുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്, ഇഫ് sec θ -2 ആണെങ്കിൽ, അതായത് cos θ എന്ന് പറയുന്നത് എത്രയാണ്? -1/2. അതായത് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? നേരത്തെ പോലെ തന്നെ അല്ലെ, 2nπ ± ആൽഫ എന്ന് പറയുന്നത് 2π/3 ആണ്. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് 2nπ ± 2π/3 എന്ന് ഈസി ആയിട്ട് നമുക്ക് എഴുതാം. cos θ -1/2 വരുന്ന 120 ഡിഗ്രി എന്ന് പറയുന്നത് 2π/3 റേഡിയൻ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 17ാമത്തെ ചോദ്യം, tan of 2θ എന്ന് പറയുന്ന √3 ആയിട്ട് വന്നാൽ, അതായത് tan of 2θ, ടാനിന് നമ്മൾക്ക് എവിടെയാ -π/2 നും π/2 നും ഇടയ്ക്കുള്ള വാല്യൂ tan of 60 ഡിഗ്രി എന്ന് എഴുതാലോ, അതായത് π/3 എന്ന് എഴുതാലോ. നമുക്കറിയാം tan θ = tan ആൽഫ എന്ന് വന്നു കഴിഞ്ഞാൽ തീറ്റ എന്ന് പറയുന്നത് എത്രയാ? നമുക്ക് nπ + ആൽഫ ആണെന്ന് നമുക്കറിയാം. അപ്പൊ tan θ = tan ആൽഫ എന്ന് വന്നു കഴിഞ്ഞാൽ തീറ്റ എന്ന് പറയുന്നത്, അതായത് 2θ എന്ന് പറയുന്നത് nπ + π/3 എന്ന് നമുക്ക് എഴുതാം. തീറ്റ എന്ന് പറയുന്നത് nπ/2 + π/6 എന്ന് നമുക്ക് എഴുതാം. ഇതായിരിക്കണമല്ലോ തീറ്റയുടെ വാല്യൂ, nπ/2 + π/6. അടുത്ത 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, tan of 3θ എന്ന് പറയുന്നത് -1 വന്നു കഴിഞ്ഞാൽ, ഇത് നമുക്ക് tan of -x - tan x അല്ലേ, അതായത് tan of -π/4 എന്ന് നമുക്ക് എഴുതാമല്ലോ. എഴുതാം, അത് -π/2 നും +π/2 നും അടയ്ക്കാണല്ലോ. ഇപ്പൊ ഇതും tan θ = tan ആൽഫ ഫോം അല്ലേ. തീറ്റയ്ക്ക് വരും 3θ ആണ് അല്ലെ. അത് nπ + ആൽഫ, അതായത് nπ - π/4 എന്ന് എഴുതാം. അത് തീറ്റ എന്ന് പറയുന്നത് nπ/3 - π / 12 എന്ന് നമുക്ക് എഴുതാം. nπ/3 - π/12 ഇതായിരിക്കണമല്ലോ നമ്മുടെ 18ാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായിട്ട് ചെയ്തു പോവുകയാണ്. ഇത് ഈസി ചോദ്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത്, പിന്നെ നമ്മൾ പല ലെവലിലുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്ത 19ാമത്തെ ചോദ്യം, tan θ = 5 എന്ന് വന്നു കഴിഞ്ഞാൽ, tan θ = 5 എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. tan θ 5 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെറ്റ്സ് അസ്യൂം tan ആൽഫ = 5. tan ആൽഫ 5 എന്ന് വന്നു കഴിഞ്ഞാൽ ആൽഫ എന്തായിരിക്കും എന്ന് എഴുതേണ്ടതിന് ഇങ്ങനെ എഴുതാം, tan 1/5. tan 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആംഗിളിലാണ് tan θ 5 എന്ന് വരുന്നത്. നമുക്ക് ഏത് ആംഗിളാണെന്ന് അറിയാത്തതുകൊണ്ട് ആംഗിളിനെ tan 1/5 എന്ന് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ tan θ 5 ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് nπ + ആൽഫ എന്ന് പറയുന്നത് tan 1 ഏത് ആംഗിൾ ആണോ, tan 1/5 എന്ന് പറയുന്നത് ഏത് ആംഗിൾ ആണോ 5 വരുന്നത് അതിന്റെ tan 1 എന്നാണ് അർത്ഥം. അപ്പോ nπ + tan 1/5 എന്ന് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ബേസിക് ഗെയിം എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രിഗ്നോമെട്രിക് ഇക്വേഷന്റെ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു. അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ ട്രിഗ്നോമെട്രിക് ഇക്വേഷന്റെ ഏകദേശം 8 ടൈപ്പ് ഓഫ് ചോദ്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് എല്ലാ ടൈപ്പിനെയും നമുക്ക് വളരെ കോൺക്രീറ്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആണ്. ഇതൊരു 3 മണിക്കൂറേ കാണത്തുള്ളൂ. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിന്റെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും അടിച്ചുപൊളിച്ച് പഠിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ ബൈ ബൈ. ഹാവ് എ നൈസ് ടൈം മൈ ഡിയർ ഫ്രണ്ട്സ്.